നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. പ്രധാന വാർത്തകൾ. വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിവരശേഖരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനതല സർവേയുടെ ഉദ്ഘാടനം മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം വാർഡുകളിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 8 പട്ടികവർഗ വനിതാ പ്രതിനിധികൾ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ പരിപാടിയുടെ ഭാഗമായി ഡൽഹിയിലെ പാർലമെന്റ് ഹൗസ് സന്ദർശിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സംയുക്ത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറി മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിവരശേഖരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനതല സർവേയുടെ ഉദ്ഘാടനം മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. പാലക്കാട് കൊടുമ്പിൽ മന്ത്രിയുടെ വസതിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉഷ എം.കെ. അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. അടുത്ത 3 മാസം കൊണ്ട് ഈ രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ്, കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനരാജ്, വൈസ് പ്രസിഡന്റ് ശാന്ത, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാരദ, വാർഡ് മെമ്പർ പ്രകാശിനി, നവകേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി. സെയ്തലവി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ ജി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഹമീദ ജലീസ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ. ചന്ദ്രദാസ് നന്ദി പറഞ്ഞു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം വാർഡുകളിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 100-ൽ താഴെ വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ യോഗമാണ് ചേർന്നത്. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് വെബ് പോർട്ടൽ തയ്യാറാക്കും. നിലവിലുള്ള സ്പോൺസർമാരുടെ വിവരങ്ങളും ഭാവി സ്പോൺസർമാർക്കുള്ള ഓപ്ഷനുകളും അതിൽ ലഭ്യമാക്കും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ വിലയിരുത്തി പരമാവധി സഹായം നൽകുമെന്ന് സ്പോൺസർമാർ അറിയിച്ചു. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നീങ്ങി പുനരധിവാസം പൂർത്തിയാക്കുമെന്നും അതിനുള്ള പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാം, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ. ഗീത, മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എസ്. കാർത്തികേയൻ തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 8 പട്ടികവർഗ വനിതാ പ്രതിനിധികൾ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ പരിപാടിയുടെ ഭാഗമായി ഡൽഹിയിലെ പാർലമെന്റ് ഹൗസ് സന്ദർശിച്ചു. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 500-ലധികം വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചാണ് ഡൽഹിയിൽ പഞ്ചായത്ത് സേ പാർലമെന്റ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായുള്ള കൂടിക്കാഴ്ചയും സംവിധാൻ സദനിന്റെ സെൻട്രൽ ഹാളിൽ സമ്മേളനവും ഉണ്ടായിരുന്നു. കിലയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ സന്ദർശന ക്രമീകരണങ്ങൾ നിർവഹിച്ചത്. പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർഭയമായി നിർവഹിക്കണമെന്ന് രാഷ്ട്രപതി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് വകുപ്പ് സഹമന്ത്രി ദുർഗാദാസ് ഊഗെ, കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് സഹമന്ത്രി സാവിത്രി താക്കൂർ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്കർ തുടങ്ങിയവരും പങ്കെടുത്തു. സംവിധാൻ സദന്റെ സെൻട്രൽ ഹാളിൽ ചേർന്ന സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്തു. സ്പീക്കറുടെ നേതൃത്വത്തിൽ സമ്മേളനത്തിൽ പങ്കെടുത്തവരെല്ലാം ചേർന്ന് ഭരണഘടനയുടെ ആമുഖം വായിച്ചു. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് രഹത്കർ, ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പത് കുമാർ സിംഗ് തുടങ്ങിയവരും പങ്കെടുത്തു. ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെയും ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെയും സഹകരണത്തോടെ ദേശീയ വനിതാ കമ്മീഷനാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സംയുക്ത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറി മന്ത്രി എം.ബി. രാജേഷ് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. കുന്നന്താനം കിൻഫ്ര പാർക്കിലാണ് ഫാക്ടറി സജ്ജമാക്കിയിട്ടുള്ളത്. റീബിൽഡ് കേരള പദ്ധതി വഴി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനിയും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളും സംയുക്തമായി 8 കോടി രൂപ ചെലവഴിച്ചാണ് ആദ്യ സംയുക്ത ഫാക്ടറി പ്രവർത്തന പഥത്തിലെത്തുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ തദ്ദേശ സ്ഥാപന തലത്തിൽ തരംതിരിക്കുകയും
പുനഃചംക്രമണ യോഗ്യമായവ കുന്നന്താനം കിൻഫ്ര പാർക്കിലെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് ഗ്രാന്യൂൾസ് ഉൽപ്പാദിപ്പിക്കുകയുമാണ് പദ്ധതി. കുന്നമംഗലം, കോഴിക്കോട് ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജലസമൃദ്ധ ഗ്രാമം പരിശീലനം സംഘടിപ്പിച്ചു. കിലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിശീലനത്തിൽ കില റിസോഴ്സ് പേഴ്സൺ, കില തീമാറ്റിക് എക്സ്പേർട്ട് എന്നിവർ ക്ലാസുകൾ നയിച്ചു. 58 പേർ പങ്കെടുത്ത പരിശീലനത്തിൽ ജലസമൃദ്ധ ഗ്രാമം ആമുഖം, പഞ്ചായത്ത് വികസന സൂചികയും വിവര വിശകലനവും, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ജലബജറ്റ്, സുസ്ഥിര ജല മാനേജ്മെന്റ്, തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളെടുത്തു. കിലയുടെ ആഭിമുഖ്യത്തിൽ ബാലുശ്ശേരി, ചേളന്നൂർ, കോഴിക്കോട് എന്നീ ബ്ലോക്കുകളുടെ കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് മാലിന്യ സംസ്കരണവും എൻഫോഴ്സ്മെന്റ് നടപടികളും എന്ന വിഷയത്തിൽ 2 ദിവസത്തെ പരിശീലനം നൽകി. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിശീലനത്തിൽ മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനൻ, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ലോവൽമാൻ, ചന്ദ്രൻ കെ, ഹരീഷ് എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു. പഞ്ചായത്തുകളിലെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. മാലിന്യ സംസ്കരണം, എൻഫോഴ്സ്മെന്റ് നടപടിക്രമങ്ങൾ, ബന്ധപ്പെട്ട നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു പരിശീലനം നൽകിയിരുന്നത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ജൈവ മാലിന്യ ഉപാധികളുടെ സർവേ ആലപ്പുഴയിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സർവേക്ക് തുടക്കം കുറിച്ചു. ജനുവരി 6 മുതൽ 12 വരെ നീണ്ടു നിൽക്കുന്ന സർവേയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡുകളിലും സർവേ ടീം ഗൃഹസന്ദർശനം നടത്തി നിലവിലുള്ള ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിവരം ശേഖരിക്കുകയും കാര്യക്ഷമത വിലയിരുത്തി പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള ഇടപെടൽ ഉറപ്പുവരുത്തുകയും ചെയ്യും. തദ്ദേശ വകുപ്പ് ആലപ്പുഴ ജില്ലാ ജോയിന്റ് ഡയറക്ടർ S. ശ്രീകുമാർ, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, അസിസ്റ്റന്റ് ഡയറക്ടർ CK ഷിബു, നവകേരള മിഷൻ കോർഡിനേറ്റർ KS രാജേഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച പടവ് സ്റ്റാർട്ടപ്പ് സെന്റർ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷനായി. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലാണ് 3 നിലയുള്ള സ്റ്റാർട്ടപ്പ് കെട്ടിടം സജ്ജമാക്കുന്നത്. സംസ്ഥാന IT മിഷൻ, വ്യവസായ വകുപ്പ്, അസാപ്പ് ഏജൻസി എന്നിവയുമായി ബന്ധപ്പെട്ടാണ് സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുക. 14 IT സ്ഥാപനങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും. ശീതീകരിച്ച മുറിയിൽ സ്ഥാപനങ്ങൾക്കുള്ള ക്യാബിനുകൾ, ഇന്റർനെറ്റ് സൗകര്യം, കോൺഫറൻസ് ഹാൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ക്യാൻറ്റീൻ, വനിതാ ജീവനക്കാർക്ക് താമസിക്കാൻ ഹോസ്റ്റൽ എന്നീ സൗകര്യങ്ങളുമുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം AS അനിൽകുമാർ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, വൈസ് പ്രസിഡന്റ് KS സനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KS ഷാജി, രശ്മി അനിൽകുമാർ, MS രതീഷ്, ചാന്ദിനി ഗോപകുമാർ, വിവിധ ജനപ്രതിനിധികൾ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PV പ്രതീക്ഷ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണയിൽ സാമൂഹിക നീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടത്തിയ ഭിന്നശേഷി സഹായ ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. 29 ലക്ഷം രൂപ ചെലവിൽ ശ്രവൺ പദ്ധതി പ്രകാരം 18 പേർക്ക് 36 ശ്രവണ സഹായികളും, ഹസ്തദാനം പദ്ധതിയിൽ 94 പേർക്ക് 20,000 രൂപയുടെ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് വിതരണവും, ശുഭയാത്രാ പദ്ധതിയിൽ 51 പേർക്ക് 97 സഹായ ഉപകരണങ്ങളുമാണ് വിതരണം ചെയ്തത്. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P. ഷാജി മുഖ്യാതിഥിയായിരുന്നു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ME ജയഡാളി, KSHRWC ഡയറക്ടർ K. മൊയ്തീൻകുട്ടി, വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ നഗരസഭയിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷാജു V. തുരുത്തൻ നിർവഹിച്ചു. സെന്റ് തോമസ് കോളേജിലെ NSS വോളണ്ടിയർമാരുടെ സഹകരണത്തോടെ ജനറൽ ആശുപത്രി ബസ് സ്റ്റോപ്പ് മുതൽ കുരിശുപള്ളി കവല വരെ പ്ലാസ്റ്റിക്കും മറ്റു വസ്തുക്കളും നീക്കം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി പുരയിടം, നഗരസഭാംഗം ബിജി ജോജോ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ശുചിത്വ മിഷൻ, KSWMP പ്രതിനിധികൾ, ശുചീകരണ തൊഴിലാളികൾ, സർക്കാർ ജനറൽ ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, സെന്റ് തോമസ് കോളേജിലെ NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തൽ സർവേ ഈ മാസം 12 വരെ നടക്കും. ജൈവ മാലിന്യ പരിപാലനത്തിൽ പരമാവധി ഉറവിട സംസ്കരണം ഉറപ്പാക്കുക, സാധ്യമാകാത്ത സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം സജ്ജീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വിവരശേഖരണം നടത്തുന്നത്. സംസ്ഥാനത്താകെ ഏകദേശം 1,50,000 പേർ വിവരശേഖരണത്തിൻ്റെ ഭാഗമാകും. ഹരിതകർമ്മസേന, കുടുംബശ്രീ ADS, CDS, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി ഓരോ വാർഡിലും 2 മുതൽ 3 വരെ സംഘങ്ങളായാണ് വിവരശേഖരണം നടത്തുന്നത്. അതത് കേന്ദ്രങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ നടക്കുക.
തൃശൂരിലെ പോർക്കുളം, വടക്കേക്കാട്, കാട്ടകാമ്പൽ പഞ്ചായത്തുകളിലെയും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെയും നെൽകൃഷിക്ക് ആവശ്യമായ ജലസേചനം സാധ്യമാക്കുന്ന നൂറടിത്തോട് വൃത്തിയാക്കൽ പ്രവർത്തനോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ കുന്നംകുളം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ, നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VV ബിന്ദു, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംരംഭക സഭയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കൂറ്റനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ജയ, ഷറഫുദ്ദീൻ കളത്തിൽ, K മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, DPP ഗോപിനാഥൻ, പഞ്ചായത്തുകളിൽ രൂപീകരിച്ച സംരംഭങ്ങളുടെയും പദ്ധതിക്ക് മുൻപ് ആരംഭിച്ച സംരംഭങ്ങളുടെയും പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട് കളക്ടറേറ്റ് പരിസരത്ത് നടന്ന വലിച്ചെറിയൽ വിമുക്ത ജില്ലാതല സിഗ്നേച്ചർ ക്യാമ്പയിൻ ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ, നവകേരള മിഷൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ, KSWMP എന്നിവയുടെ സഹകരണത്തോടെ ഇന്നലെ വരെയാണ് വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ADM K ദേവകി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ജോമോൻ ജോസഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ KT പൃഥ്വികുമാർ, നവകേരള മിഷൻ കോർഡിനേറ്റർ E സുരേഷ് ബാബു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനുപമ ശശിധരൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC VK റജീന, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ K റഹീം ഫൈസൽ, KRGSA കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പേർട്ട് KR ശരത് എന്നിവർ സംസാരിച്ചു. കോട്ടയം ജനറൽ ആശുപത്രിയിലെ നവീകരിച്ച 5-ാം വാർഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB ബിന്ദു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 45 ലക്ഷം രൂപയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ 18 ലക്ഷം രൂപയും ചെലവഴിച്ച് ആശുപത്രിയുടെ വിവിധ കെട്ടിടങ്ങളുടെ നവീകരണത്തിനുള്ള സംയുക്ത പദ്ധതിയുടെ ഭാഗമായാണ് 5-ാം വാർഡ് നവീകരിച്ചത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PS പുഷ്പമണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M ശാന്തി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PS ഷിനു, RMO ഡോക്ടർ ആശ പി നായർ, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് BD മായ, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കിലയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈബ്രറിയന്മാർക്ക് ചതുർദിന പരിശീലനം സംഘടിപ്പിച്ചു. തൃശൂർ കില ആസ്ഥാനത്ത് നടത്തിയ പരിശീലനത്തിൽ കില അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഡോക്ടർ O മഞ്ജു, അബ്ദുള്ള ഇരിങ്ങൽത്തുടി, ഡോക്ടർ V മൻസൂർ ബാബു, ഡോക്ടർ അബ്ദുൾ മജീദ് KC തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ലൈബ്രറികൾ, നടത്തിപ്പ്, പുസ്തക വർഗീകരണം, റിപ്പോർട്ട് അവതരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകി. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ പരിചയപ്പെടാം. തിരുവിതാംകൂർ രാജാവിന്റെ ഏക വേനൽക്കാല വാസസ്ഥലമായിരുന്നു ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പീരുമേട്. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം പ്രകൃതി മനോഹാരിതയും അതുപോലെ തന്നെ സുഖകരമായ കാലാവസ്ഥയും എന്നിവയ്ക്ക് പ്രസിദ്ധമാണ്. 25,000-ഓളം പേർ അധിവസിക്കുന്ന പീരുമേട് ഗ്രാമപഞ്ചായത്ത് 9,250 വീടുകളും 560 സ്ഥാപനങ്ങളുമാണ് ഉള്ളത്. വാണിജ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അനവധി പ്രസ്ഥാനങ്ങൾ ഉള്ളതും പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശം മലമ്പ്രദേശമായതിനാൽ മാലിന്യ സംസ്കരണം ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. എന്നാൽ ഈ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി 2020 പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന രൂപീകരിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു. ആയതുമൂലം ഗ്രാമപഞ്ചായത്തിൽ നിലനിന്നിരുന്ന മാലിന്യ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരമാർഗം ആവുകയും മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു. 32 പേരടങ്ങുന്ന ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് 50 രൂപയും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും യൂസർ ഫീ ഇനത്തിൽ ഈടാക്കി വരുന്നു. 17 വാർഡുകളിൽ നിന്ന് വാതിൽപ്പടി ശേഖരണത്തിലൂടെ ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുകയും ക്ലീൻ കേരള കമ്പനി പോലുള്ള വിവിധ അംഗീകൃത കമ്പനികൾക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത്. കൂടാതെ പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ബിന്നുകൾ, ബോട്ടിംഗ് ബൂത്തുകൾ സ്ഥാപിക്കുകയും പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു വരുന്നു. ജൈവ മാലിന്യ സംസ്കരണത്തിനായി തുമ്പൂർ മൊഴി മാതൃകയിൽ പ്രാദേശിക കർഷകർക്ക് ഉപയോഗപ്രദമാകും വിധം
മിതമായ നിരക്കിൽ വിവിധ ഗ്രേഡുകളിൽ വളം ലഭ്യമാക്കുകയും ഇതുമൂലം ഗ്രാമപഞ്ചായത്ത് ഉത്പാദന മേഖലയെ ആശ്രയിക്കുന്ന കർഷകർക്ക് വിളകളുടെ ഉത്പാദനത്തിന് ഏറെ സഹായകരമാവുകയും ചെയ്യുന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പീരുമേട് തോട്ടാപുരയിൽ സ്ഥിതി ചെയ്യുന്ന മാലിന്യ പ്ലാന്റിന് 2 ലക്ഷം രൂപ വകയിരുത്തി മിനി ഇൻസിനേറ്റർ സ്ഥാപിക്കുകയും സംസ്കരിക്കാൻ സാധ്യമല്ലാത്ത പാഴ്വസ്തുക്കളുടെ സംസ്കരണത്തിന് വേണ്ടി വലിയ താപനിലയിൽ ഇൻസിനേറ്റർ ഉപയോഗിച്ച് സംസ്കരിച്ചു വരികയും ചെയ്യുന്നു. ജലസംരക്ഷണത്തിന്റെ കാര്യത്തിലും ഗ്രാമപഞ്ചായത്ത് പിന്നോട്ടില്ല. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന തോടുകൾ തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുകയും ഉപയോഗയോഗ്യമാക്കുകയും കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്ന തോടുകൾ വൃത്തിയാക്കി നാശാത്മകമായിരുന്നവ കയർ ഭൂവസ്തു പോലുള്ള പദ്ധതി ആവിഷ്കരിച്ച് പരിപാലിക്കുകയും ജലാശയങ്ങൾ മലിനമാകുന്ന പ്രവൃത്തികൾക്കെതിരെ കർശന നടപടികളും സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. 2021-22 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 12 പരിപാടിയിൽ ഉൾപ്പെടുത്തി നവീന സംവിധാനത്തിൽ വൃത്തിയുള്ള ശുചിമുറികൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ശുചിത്വ മിഷനുമായി സംയോജിച്ച് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷൻ വീതം ഉൾപ്പെടെ 25 ലക്ഷം രൂപ വകയിരുത്തുകയും ജലലഭ്യതയില്ലാത്ത പ്രദേശമായതിനാൽ 5 ലക്ഷം രൂപ അധികം വകയിരുത്തി ജലലഭ്യത ഉറപ്പാക്കുകയും ആധുനിക സംവിധാനത്തിൽ പണികഴിപ്പിച്ച ശൗചാലയം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പരുന്തുംപാറയിൽ എത്തിച്ചേരുന്ന സഞ്ചാരികൾക്ക് ഏറെ ഉപയോഗപ്രദവുമാണ്. അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സാധ്യമാകുന്ന ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്പ് പദ്ധതി പീരുമേട് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും പ്രാവർത്തികമാക്കുകയും ഇതുപ്രകാരം പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാൻ ഏറെ സഹായകരമായിരിക്കുകയുമാണ്. ഈ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായി ആവിഷ്കരിച്ചു വരുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൃത്യമായ ഇടപെടലുകൾ മൂലമാണ്. മുൻപ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന ആശയം അനിയന്ത്രിതമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് നിലവിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് മാതൃകാപരമാകാൻ സഹായിക്കുന്ന നൂതന സംവിധാന രീതികൾ ആവിഷ്കരിച്ചാണ് ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നത്. നിലമ്പൂർ നഗരസഭയുടെ സോഷ്യലി സെക്യൂർഡ് വില്ലേജിന്റെ ഭാഗമായ വയോജന പരിപാലന പരിപാടികളെ അറിയാം. നിലമ്പൂർ നഗരസഭ മറ്റു നഗരസഭകളിൽ നിന്നും വ്യത്യസ്തമായി അഭിമാനപൂർവ്വം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വയോജന സൗഹൃദ നഗരസഭ. 60 വയസ്സിനുള്ള മുകളിലുള്ള ആളുകളുടെ സംരക്ഷണവും മറ്റും തന്നെ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇതുപോലുള്ള ആളുകളെ എല്ലാം തന്നെ മുനിസിപ്പാലിറ്റിയുടെ കൂടെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മുനിസിപ്പാലിറ്റിയുടെ പുരോഗമന പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുക എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ നിലമ്പൂർ നഗരസഭയിലെ എല്ലാ പൗരന്മാരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വാർദ്ധക്യകാലം ആസ്വദിക്കുന്നതിനു വേണ്ടി അവരുടെ മാനസികവും ശാരീരികവുമായ സന്തോഷങ്ങൾക്കൊപ്പം അവർ ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ നിലമ്പൂർ നഗരസഭയും എല്ലാ ജനങ്ങളും കൂടെയുണ്ടെന്ന സന്ദേശമാണ് ഈ പദ്ധതിയിലൂടെ നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനായി നിലമ്പൂർ ടൗണിലെ പകൽ വീട് കൂടാതെ 33 ലക്ഷം രൂപ ചിലവാക്കി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു പകൽ വീട് മയ്യത്താണിയിലും നിലമ്പൂർ നഗരസഭ നിർമ്മിച്ചു കഴിഞ്ഞു. വാർദ്ധക്യം ആസ്വദിക്കുന്ന എല്ലാ ആളുകളും ഈ പകൽ വീടുകളിൽ ഒരുമിച്ച് കൂടി അവിടെ ഒരുക്കിയിരിക്കുന്ന ലൈബ്രറികളിലെ പുസ്തകങ്ങൾ വായിക്കുകയും പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. വയസ്സാകുമ്പോൾ മക്കളാലും മറ്റു പലരാലും അവഗണിക്കപ്പെടുന്ന ഒരു കൂട്ടം വൃദ്ധജനങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് വാർദ്ധക്യം ആസ്വദിക്കുന്ന ആളുകളും ഒരുമിച്ച് കൂടി അവരുടെ സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള ഒരു വേദി കൂടിയാണ് ഈ പദ്ധതി. കൂടാതെ നിലമ്പൂർ നഗരസഭ അവർക്ക് വേണ്ടി സിനിമാ തിയേറ്ററിൽ സിനിമ കാണിക്കുന്ന ഒരു പതിവും നടന്നുവരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം സിനിമാ തിയേറ്ററിലെത്തി സമപ്രായക്കാരായ കൂട്ടുകാരോടൊപ്പം സിനിമ കാണുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. സീനിയർ സിറ്റിസൻ്റെ ആൾക്കാരെ മുഴുവൻ കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ അതിൻ്റെയും പുറമെ വീട്ടിലുള്ളവർ ഈ പ്രായക്കാരെന്ന് ആരും പുറത്തേക്ക് ഇറക്കണില്ല, വീട്ടുകാർ. അപ്പോൾ അവർ തനിയെ പോവും, കാണുന്നല്ല, ഞങ്ങൾ വീട്ടിലിരിക്കുക. ഒരു TV വെച്ച് തന്നിട്ടുണ്ട്, അത് കണ്ടിരുന്നോളാൻ പറഞ്ഞുകൊണ്ടുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്കാർ നഗരസഭ മുഖേനല്ലേ പോയി കാണിക്കണേ. അവരോട് ഞങ്ങൾ 100 ആശംസകൾ പറയുകയാണ്. കാര്യം എന്താ വെച്ചാൽ അവർ ഞങ്ങളെ മനസ്സും ഞങ്ങളെ പ്രായവും കണ്ട് മനസ്സിലാക്കിയിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് ഇപ്പോൾ അവരിതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ വലിയൊരു കാര്യമായി, കാര്യം സന്തോഷമായി. അറിയുന്ന ആൾക്കാരൊക്കെ കണ്ടു, സിനിമ കണ്ടു, വലിയ സ്ക്രീനിലാകുമ്പോൾ വലിയ മുഖമായിട്ട് കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കിതിൽ മനസ്സിലായി.
ഞങ്ങളിതിലൊക്കെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരാൻ നഗരസഭയിലുള്ള ആൾക്കാർ ഇറങ്ങിയതും ആളെ കൊണ്ടുവന്ന് ഇറക്കിയതൊക്കെ വലിയ സന്തോഷമായി. സിനിമ കണ്ടതിലും സന്തോഷമായി, കൂട്ടുകാരെ കണ്ടതിൽ അതിലേറെ സന്തോഷമായി. ഒപ്പം പഠിച്ചവരെ കണ്ടു, ഒപ്പം ജോലി ചെയ്തവരെ കണ്ടു, എല്ലാവരും കണ്ടു. നിങ്ങളെല്ലാവരും കണ്ടതിലും ഒക്കെ വളരെയധികം സന്തോഷമായി. എൻ്റെ ഒപ്പം ഉള്ളവരും എല്ലാവരും ഞങ്ങൾ ഒപ്പം പോകുന്നു, അതേമാതിരി ഒപ്പം ഞങ്ങൾ തിരിച്ചു പോകും. അത് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വന്ന് കാണാനും ഞാനൊക്കെ സന്തോഷമായി, വളരെ സന്തോഷമായി. ഓണം, പെരുന്നാൾ, വിഷു, ക്രിസ്തുമസ് തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും അവർ ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുക പതിവാണ്. ചെറുപ്പകാലം മുഴുവൻ നാടിനും വീടിനും മക്കൾക്കും വേണ്ടി ജീവിച്ചു തീർത്ത വൃദ്ധജനങ്ങൾക്കൊപ്പം അവരുടെ വാർദ്ധക്യ നാളുകളിൽ അവർ തനിച്ചല്ല, അവരുടെ കൂടെ നിലമ്പൂർ നഗരസഭയും അവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും ഉണ്ടെന്ന സന്ദേശമാണ് നിലമ്പൂർ നഗരസഭ ഈ പദ്ധതിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നഗരസഭയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും അവരുടെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തി അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു നൽകി അവർക്കൊപ്പം അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു നീങ്ങുകയാണ് നിലമ്പൂർ നഗരസഭ. നിലമ്പൂർ നഗരസഭ എന്നും ജനങ്ങൾക്കൊപ്പം. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് GO ശ്രീവിദ്യയാണ് ഇത്തവണ നമ്മോടൊപ്പമുള്ളത്. എൻ്റെ പേര് GO ശ്രീവിദ്യ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു വരുന്നത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഏകദേശം 15ാം വർഷമാണ് ഇപ്പം 3 ടേണാണ് ജനപ്രതിനിധിയായിട്ട്. എൻ്റെ ഇത്രയും നാളത്തെ പൊതു പ്രവർത്തന രംഗത്തിൽ ഏറ്റവും പ്രാധാന്യം കാണുന്ന ഒന്നാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെന്തുകൊണ്ട് ഇത്രയും നാൾ നമ്മളിത് ചിന്തിച്ചില്ല എന്നൊരു ചോദ്യം ഇപ്പോഴാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. കാരണം സമൂഹത്തിൽ ഇത്രയേറെ അവശത അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു സർവേയിലൂടെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് എൻ്റെ ഒരു ഗ്രാമപഞ്ചായത്തിൽ തന്നെ 53ഓളം പേര് അതിദരിദ്രരായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ കണ്ടെത്താൻ ഇത്രയും വൈകിയതിലുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ നമ്മളൊരു നല്ലൊരു സർവേ നടത്തി അവർക്ക് അതിന് ശേഷം ഇവരെ കണ്ടെത്തിയതിന് ശേഷം മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ വിശപ്പ് തന്നെയാണ്. വിശപ്പും ഉണ്ട്, അവർക്ക് കയറിക്കിടക്കാൻ ഇടമില്ല. ഇങ്ങനെ അതിനുശേഷമേ അവർക്ക് ഐഡൻറ്റിറ്റി യഥാർത്ഥത്തിൽ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ആദ്യമേ ഇവരെ കണ്ടെത്തി നമ്മൾ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം ഇവർക്കായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണ ഫുഡ് കിറ്റുകൾ എത്തിച്ചു കൊടുക്കുകയും അതിന് കഴിയാത്തവർക്ക് ഭക്ഷണം തന്നെ പാകം ചെയ്ത് പൊതിച്ചോറായിട്ട് കൊണ്ട് എത്തിച്ചു കൊടുക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത്. എന്നിട്ട് ഇവർക്കെല്ലാം തന്നെ ID കാർഡുകൾ, അതുപോലെ തന്നെ റേഷൻ കാർഡ്, ആ സംവിധാനം റേഷൻ കാർഡ് കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് റേഷൻ സംവിധാനം ഉറപ്പുവരുത്താനായിട്ട് കഴിയും. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുത്തു. അതിനുശേഷം ഇവർക്ക് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് അവർക്ക് ഭൂമി വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ ഇവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ സർക്കാർ പ്രത്യേക പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവർക്ക് ഈ ലൈഫിൻ്റെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണക്കിന് നമ്മൾ 7ഓളം പേർക്ക് വീടില്ലായിരുന്നു, അവർക്കെല്ലാം വീടും വച്ച് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അപ്പോഴും തന്നെ ഒരു ഏകദേശം ഒരു അതിദാരിദ്ര്യം അവർക്ക് കുറച്ചൊന്നും മാറി കിട്ടി. ഭക്ഷണവും കിട്ടി, വാസസ്ഥലവും കിട്ടിയപ്പോൾ. പിന്നെ ഈ കുടുംബങ്ങളിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. മിക്കവരും സ്കൂളിൽ പോകാത്തവരായിരുന്നു. ഇവരെല്ലാം സ്കൂളുകളിൽ തിരഞ്ഞുപിടിച്ച് സ്കൂളിൽ കൊണ്ടെത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന പഠന സാമഗ്രികൾ യഥാസമയം എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയത്തക്ക ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. മെഡിസിൻ കിറ്റുകൾ, എന്ത് മെഡിസിനാണ് അവർക്ക് ആവശ്യം എന്നുള്ളത് ആരോഗ്യ ടീമിനെയും കൊണ്ട് ഓരോ വീടുകളിലും ചെല്ലുകയും അവർക്ക് വേണ്ടുന്ന അസുഖത്തിനനുസരിച്ചുള്ള മെഡിസിൻ മാസാമാസം നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് വേണ്ടുന്ന കുടിവെള്ളം, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ, വൈദ്യുതി, ഇതെല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം പൂർണ്ണമായും അവർക്കുള്ള പദ്ധതികൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും നമുക്ക് അവർക്ക് വേണ്ടുന്ന സംവിധാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാമായി.
കാർഷിക മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത്? വാമനപുരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തനി നാടൻ ഗ്രാമപ്രദേശമാണ്. അവിടെ കൃഷിയെ ആശ്രയിച്ചാണ് അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിറച്ച് കുന്നുകളും ചെരുവുകളും ഉള്ളൊരു പ്രദേശം, വയലേലകൾ, ധാരാളം നെൽകൃഷിയുള്ളൊരു പ്രദേശമായിരുന്നു. പക്ഷേ കർഷകൻ്റെ മകൻ ഒരിക്കലും കർഷകനാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കൃഷി വളരെ കുറഞ്ഞു വരികയാണ്. എന്നാലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് നെൽകൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ഒഴിഞ്ഞു കിടന്ന നെൽവയലുകളെല്ലാം എടുത്ത് നമ്മൾ ഒരു 15 ഹെക്ടറോളം നെൽകൃഷി ഇപ്പം വീണ്ടും നമ്മൾ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് വാമനപുരത്തിൻ്റെ ബ്രാൻഡിൽ ഒരു കുത്തരി അതും കൂടെ നമ്മളിപ്പോൾ ഇറക്കുന്നുണ്ട്. കൃഷിഭവനിൽ തന്നെ ഇവർക്കൊരു നെല്ല് പുഴുങ്ങി അത് അരിയാക്കുന്നതിനുള്ള സംവിധാനം വാമനപുരം നമ്മുടെ കൃഷി ഓഫീസിൻ്റെ സൈഡിൽ തന്നെ ഒരുക്കിയിട്ട് വാമനപുരത്തിൻ്റെ കുത്തരിയും കൂടി പുറത്തിറക്കുന്നു. അതുപോലെ തന്നെ വന്യജീവികളുടെ ശല്യം ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാർഷിക മേഖല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പന്നിയുടെ ശല്യം, മയിലിൻ്റെ ശല്യം. ഗ്രാമപ്രദേശമാണ്, അപ്പോൾ ഇത്ര വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമായിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ ധാരാളം തോടുകൾ, കനാലുകളും ഉള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ എല്ലാം ഒഴുക്കുകൾ സുഗമമാക്കുകയും തലക്കുളങ്ങൾ നിർമ്മിക്കുകയും അതോടൊപ്പം മറ്റ് കൃഷികൾ, ഇഞ്ചി, ചേമ്പ്, ചേന അങ്ങനെയുള്ള കൃഷികൾ വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് വഴി, കൃഷിഭവൻ വഴി നമ്മൾ പ്ലാൻ ഫണ്ട് വെച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടും കിട്ടുന്നുണ്ട്. പന്നിയെ നമുക്ക് ഈ വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങൾ വെച്ചാൽ മറ്റ് മൃഗങ്ങളില്ല, പന്നിയാണ് ഏറ്റവും കൂടുതൽ ശല്യമായിട്ടുള്ളത്. അതിനെ നമുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സോളാർ വേലികൾ പ്രോജക്റ്റിൽ തന്നെ വെച്ച് അവർക്ക് കൃഷിക്കാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ കഴിവിൻ്റെ പരമാവധി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? ആരോഗ്യ മേഖലകൾ നമ്മളിപ്പം എല്ലാ ഹെൽത്ത് സെൻ്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. നമ്മുടെ വാമനപുരത്തിൻ്റെ തന്നെ ആനാകുടി FHC ഒരു സെൻറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട്. ഇപ്പോൾ 50 വീടുകൾക്ക് 2 ഹെൽത്ത് വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ നമ്മൾ ഒരു ആരോഗ്യ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇവർ തന്നെയാണ് ഓരോ വാർഡിലുമുണ്ട് ഇതുപോലെ ആരോഗ്യ സേനകൾ. 10-15 ആരോഗ്യ സേനകളുണ്ട്. ഒരാൾക്കൊരു അസുഖം ഉണ്ടായാൽ ആ നിമിഷം തന്നെ നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുക, നമ്മുടെ ഹോസ്പിറ്റലിനെ അറിയിക്കുകയും വേണ്ടുന്ന നടപടികൾ അപ്പോൾ തന്നെ എടുക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പം പ്രത്യേകിച്ചും പനി വരും. അപ്പോൾ സാധാരണ പനിക്ക് പെട്ടെന്ന് ഒരു പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ച ആളുകൾ അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ അതിന് ഒരുപാട് രോഗങ്ങളുടെ ഒരു മുന്നോടിയായിട്ടായിരിക്കും പനി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ലക്ഷണം വന്നാൽ തന്നെ ഉടനെ അതിനെ അറിയിക്കാനുള്ള സംവിധാനവും നമ്മുടെ മേഖലയുണ്ട്. നമ്മുടെ FHC വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. അപ്പം 1-2 അവാർഡുകൾ ഉൾപ്പെടെ നമുക്ക് കായകൽപ്പം അവാർഡ് 98% വരെ നമ്മളത് നമുക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നല്ലൊരു ടീമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? തീർച്ചയായിട്ടും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് നമ്മൾ കുട്ടികളുടെ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിലവിലുള്ള അംഗനവാടികളൊന്നും തന്നെ ശിശു സൗഹാർദ്ദങ്ങളല്ല. അടച്ചുപൂട്ടിയ ഒരു മുറിക്കുള്ളിലാണ് മിക്ക അംഗനവാടികളും പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഒരു കുഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ആ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലല്ല. പെട്ടെന്ന് നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ തന്നെ 2 സ്മാർട്ട് അംഗൻവാടികൾ അവിടെ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. കുട്ടികൾക്ക് നല്ല എന്ന് വെച്ചാൽ പുറത്ത് പൂമ്പാറ്റകളോടൊപ്പം കളിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വരെ ഒരുക്കിക്കൊണ്ട് 2 അംഗനവാടികൾ നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കി ഘട്ടം ഘട്ടമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യ രംഗത്ത് കുട്ടികളുടെ പോഷകാഹാരങ്ങൾ തീർച്ചയായിട്ടും അംഗൻവാടികൾ വഴി നല്ല ഒരു ശതമാനം തുക നമ്മൾ പോഷകാഹാരത്തിനായിട്ട് ഏകദേശം 48 ലക്ഷം രൂപയോളമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോഷകാഹാരത്തിന് വേണ്ടി. അത് 0 to 3 വയസ്സ് വരെയുള്ള 0 to 3 അതുവരെയുള്ള കുട്ടികളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം സർക്കാരിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായും കുട്ടികൾക്ക് എത്തുന്നുണ്ടോ എന്നൊരു മോണിറ്ററിങ് നന്നായിട്ട് ICDS ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് സ്ത്രീകൾക്ക് സ്വയം പര്യാപ്ത ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുടുംബശ്രീ സംവിധാനങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ കുടുംബശ്രീ സംവിധാനം നല്ല രീതിയിൽ ഒരുപക്ഷെ MGNREGS ഇതിൻ്റെ പാർട്ടായിട്ട് വന്നിട്ടില്ലായിരുന്നു എങ്കിൽ കുടുംബശ്രീ സംവിധാനം ഇതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുകയും നമുക്ക് കുടിൽ വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം NREGS വന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കൊരു വരുമാനമായി കഴിഞ്ഞു. അടിസ്ഥാനമായി അവരുടെ സാമ്പത്തിക നില സ്ത്രീകൾക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വ്യാവസായികമായിട്ടും അതിന് വലിയ മെച്ചമുണ്ടോ എന്നറിയില്ല. എന്നാൽ തന്നെയും സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ കുടുംബശ്രീ വഴി ധാരാളം ഫണ്ടുകൾ ജില്ലാ മിഷൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ ചെറുകിട വ്യവസായങ്ങൾ ഇപ്പം JLG ഗ്രൂപ്പുകൾ എടുത്താൽ പോലും അവർക്ക് സ്വയം തൊഴിലിനുള്ള സംവിധാനങ്ങൾ ഒക്കെ ഒരുപാട് ധാരാളമായിട്ട് സ്ത്രീകളുടെ വികസനത്തിനായിട്ട്
MGNREGSും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനമാണ് അതിലൊരു 100% സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നിട്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തും കിട്ടുന്ന വിഹിതത്തിൻ്റെ 10% തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് തന്നെയാണ് വയ്ക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ എടുക്കുന്നതാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വാമനപുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വാമനപുരം നദി ആണ്. നമ്മുടെ വാമനപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു ഫലഭൂഷ്ടമായ ഒരു നദിയാണ്. അതിൽ നമ്മുടെ വാമനപുരം MLA DK മുരളി MLA വളരെ പ്രാധാന്യത്തോടുകൂടി വാമനപുരം നദി പുനർജീവനം മായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിലേക്ക് വാമനപുരം നദിയിലേക്ക് ഒഴുകുന്ന തോടുകളും ചെറു കനാലുകളും ധാരാളമായിട്ടുണ്ട് പഞ്ചായത്തിനുള്ളിൽ തന്നെ. അപ്പോൾ ഇതിനെല്ലാം കൂടി നമ്മൾ MGNREGS വഴി ശുചീകരിക്കും. ഇതിൽ വർഷങ്ങളായിട്ട് ഒരുപക്ഷെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപാട് മാലിന്യം പ്ലാസ്റ്റിക്കും കുപ്പികളും വന്ന് അടിഞ്ഞ് ജലത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കാൻ കഴിയില്ല. അതുവഴി വെള്ളം കെട്ടിക്കിടക്കുകയും കൊതുകുജന്യ രോഗങ്ങൾ ധാരാളമായിട്ട് പകരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം MGNREGS വഴി നമ്മൾ ഈ തോടുകളും അരുവികളും എല്ലാം ശുചീകരിക്കുകയും നദിയിലേക്ക് വെള്ളം സുഗമമായി എത്തിച്ചേരുകയും ഇടയ്ക്കിടയ്ക്ക് തടയണകൾ നിർമ്മിച്ച് ജല ദൗർലഭ്യം കുറയ്ക്കാനും ഒക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ജലജന്യ രോഗങ്ങൾ ഇല്ലാതാക്കാനും നമുക്ക് നന്നായി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ചെയ്യുന്നത് ഹരിതകർമ്മസേനയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 30 ഹരിതകർമ്മസേനയുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ ഒപ്പമാണ് നമ്മളോടൊപ്പം. ഈ 30 അംഗങ്ങളും നമ്മുടെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ 2 അറ്റവും നമുക്ക് ബലമായിട്ട് നിൽക്കുന്നത് അവർ തന്നെയാണ്. ഈ ആദ്യഘട്ടം ഈ ഹരിതകർമ്മസേനയിലേക്ക് ഇറങ്ങി വരാൻ കുറച്ച് മടിയായിരുന്നു അവർക്ക്. അത് ഭരണസമിതി ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും പൂർണ്ണമായും ചില വാർഡുകളിൽ ജനപ്രതിനിധികൾ ഇവർക്കൊപ്പം ഇറങ്ങിച്ചെല്ലുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു മാനസികമായിട്ടൊരു ധൈര്യം ഉണ്ടാകുകയും എല്ലാ വീടുകളും ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് നമ്മൾ ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. കാരണം ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവരെ ഒരുപാട് മോശമായി പെരുമാറുന്ന വീടുകളുണ്ടായിരുന്നു. ആ സ്ഥിതിയൊക്കെ മാറി. അപ്പോൾ തീർച്ചയായിട്ടും ഹരിതകർമ്മ സേന നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ ഒരു പ്രൊട്ടക്ഷനായിട്ട് നമ്മുടെ ശുചിത്വത്തിൻ്റെ ഒരു കാവൽക്കാരായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അടുത്തത് നമ്മൾ ദുരന്ത നിവാരണം. അപ്പോൾ ദുരന്ത നിവാരണത്തിനായി ഇപ്പോൾ പറഞ്ഞു വാമനപുരം എന്ന് പറയുന്നത് അത്രയും പാടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഫ്ലഡിനൊക്കെ സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമുണ്ട്. വാമനപുരം പഞ്ചായത്തിൻ്റെ ഒരു 13-ാം വാർഡ് എന്ന് പറയുന്നത് മണ്ണിടിച്ചിൽ ഒരു വലിയ മലയും കുന്നുകളും ഒക്കെ ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മല ഇടിഞ്ഞ് വരുന്നൊരു അവസ്ഥയുണ്ട്. അവിടെ നമ്മൾ ദുരന്ത നിവാരണ ഷെൽട്ടറുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോഴത്തെ സീസൺ കാലം തെറ്റി വരുന്ന മഴയൊക്കെയാണ്. അപ്പോൾ എപ്പോഴും വേണോ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായാലും ഒരു 3-4 വാർഡ് ഉൾപ്പെടെ വെള്ളത്തിൻ്റെ അടിയിലാകുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മൾ ഷെൽട്ടറിലേക്ക് മാറ്റത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ സ്കൂളുകളിൽ അറേഞ്ച് ചെയ്തിട്ട് അതിനുള്ള മറ്റ് കിറ്റുകളും എപ്പോഴും നമ്മൾ കരുതി വയ്ക്കും. ഒരു മഴ വന്നാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സാധാരണ സെക്രട്ടറി ഭരണസമിതി ഉൾപ്പെടെ തന്നെ നമ്മൾ ആ ഗ്രാമപഞ്ചായത്തിലുണ്ടാകും. കാരണം പെട്ടെന്നായിരിക്കും വെള്ളം കയറുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജനങ്ങൾ മാത്രമല്ല വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ടൂറിസം മേഖലയിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? നമ്മുടെ പഞ്ചായത്തിൽ ടൂറിസം സാധ്യതകൾ അങ്ങനെയില്ല, ഇല്ലാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് അതിന് വലിയ സ്കോപ്പില്ല. ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കണ്ടു. ഇപ്പോഴേ സമസ്ത മേഖലകളെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അതിദാരിദ്ര്യം, ആരോഗ്യ മേഖല, സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖല ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളും പരിപാടികളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും നമുക്ക് 1-2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത് കുഞ്ഞുങ്ങളാണ് ഭാവി തലമുറ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, ഇപ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ തന്നെ വെയിറ്റ് കുറവാണ് മിക്ക കുഞ്ഞുങ്ങൾക്കും. അപ്പോൾ ഒരു 2-2.5 കിലോയെങ്കിലും ഉണ്ടാകണം ഓരോ കുഞ്ഞും. അതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും അമ്മയാകാൻ പോകുന്ന അമ്മമാർക്ക് ആകാൻ തുടങ്ങുന്ന അമ്മമാർക്ക് വേണ്ടുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ അനീമിക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് കണ്ടുവരുന്നതാണ്. അപ്പോൾ വിവ പോലുള്ള പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട്. കാരണം അനീമിക് ടെസ്റ്റ് നടത്തുകയും അപ്പോൾ അതിൽ ഒരു 12% സ്ത്രീകൾക്ക് അതുപോലുള്ള ആഹാരങ്ങൾ കഴിച്ച് ബ്ലഡ് ധാരാളം ഉണ്ടാകുക, അത് അനീമിക് പ്രശ്നം ഇല്ലാതാക്കുക, അത് നമ്മൾ കൂടുതലായിട്ട് ഇനി ഏറ്റെടുക്കാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. സ്ത്രീകളുടെ ആരോഗ്യം, കുട്ടികളുടെ ആരോഗ്യം, പൊതുവായ ശുചിത്വം,
അതൊക്കെ തന്നെയാണ് ഇനിയുള്ള ലക്ഷ്യങ്ങളും. ഇത്ര നേരം വാമനപുരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.